കഠിനവ്രതത്തിൻ്റെ നാളുകൾ പരിസമാപ്തി ഘട്ടത്തിലേക്ക്. ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലെത്തിത്തുടങ്ങി. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിക്കുന്ന മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം മുതൽ വ്രതം തുടങ്ങുന്ന ഇളനീർ വ്രതക്കാർ ഇടവത്തിലെ ചോതിനാളിലെ നെയ്യാട്ടം മുതൽ ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു. പിന്നെ കഠിനവ്രതത്തിൻ്റെ നാളുകളാണ്. ഇളനീർ വ്രതക്കാർ പാദരക്ഷകൾ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം, ജപം, ദീപാരാധന എന്നീ ആചാരക്രമങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയുന്നു. കഠിനവ്രതത്തിനൊടുവിൽ ആർജിച്ചെടുത്ത ആത്മീയ തേജസ്സുമായുള്ള യാത്ര, അതാണ് ഇളനീർ കാവുകളുമായി ഇളനീർ വ്രതക്കാരുടെ കൊട്ടിയൂരിലേക്കുള്ള യാത്ര. ഒരേ ഒരു ലക്ഷ്യം, തങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുകൾ ഭഗവാന്റെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുക എന്നത് മാത്രം. മയ്യഴിപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും മധ്യേയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഇളനീർ മഠങ്ങൾ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ തെക്ക് പരപ്പനങ്ങാടി വരെയും വടക്ക് പയ്യന്നൂർ കാങ്കോൽ വരെയും മഠങ്ങൾ ഉണ്ട്. ഇവ ഉപമഠങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. മയ്യഴിപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും മധ്യേ 96 കഞ്ഞിപ്പുരകളാണുള്ളത്. ഇതിനു പുറമെ 140 ഉപമഠങ്ങളുമുണ്ട്. നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീർ വ്രതക്കാർ കഞ്ഞിപ്പുരകളിൽ നിന്ന് പെരുമാൾ സങ്കേതങ്ങളായ കഞ്ഞിപ്പുരകളിലേക്ക് മാറും. ഇവർക്ക് വെള്ളമുണ്ടും തോർത്തുമാണ് വേഷം. ഭക്ഷണ രീതിയിലും വ്യത്യസ്തതയുണ്ട്. കഞ്ഞിയും ഒപ്പം ചക്കയും ചെറുപയറും ചേർത്ത പുഴുക്ക്, രാത്രിയിൽ ചോറും വെള്ളരിക്ക കറിയുമാണ് കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിലും സവിശേഷതകളുണ്ട്. കുളിച്ച് ഈറനോടെ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കഴിക്കാൻ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വാഴത്തടയ്ക്ക് മുകളിൽ ഇല വെച്ച് അതിൽ കഞ്ഞി ഒഴിച്ച് പ്ലാവില കോട്ടി കോരിക്കുടിക്കുകയാണ് ചെയ്യുന്നത്. നെയ്യാട്ടം കഴിഞ്ഞാൽ കഞ്ഞിപ്പുരകൾ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇളനീർ വ്രതക്കാർ നൽകുന്ന കഞ്ഞി കുടിക്കാൻ ഓരോ കഞ്ഞിപ്പുരകളിലും നൂറുകണക്കിന് ആളുകൾ എത്തുന്നു. നെയ്യാട്ടം കഴിയുന്നതോടെ കൊട്ടിയൂരിൽ നെയ്യമൃത് വ്രതക്കാർ ഓംകാരം മുഴക്കുന്നത് നിർത്തും. പിന്നീട് ഓംകാരം മുഴക്കുന്നത് ഇളനീർ വ്രതക്കാരാണ്. പുഴക്കരയിൽ വെച്ച് തണ്ടയാൻ ഇളനീർ വ്രതക്കാർക്ക് ഓംകാര മന്ത്രം പകർന്നു നൽകും. കഞ്ഞിപ്പുരകളിൽ നിന്നാണ് ഇളനീർ വ്രതക്കാർ ഇളനീർ ശേഖരിക്കുന്നത്. ഇതിന് ചിട്ടകളും ആചാരങ്ങളും ഉണ്ട്. ഓംകാരം മുഴക്കി നിലം തൊടാതെയാണ് ഇളനീർ കുലകൾ തെങ്ങിൽ നിന്ന് ഇറക്കുന്നത്. ഇളനീരുകൾ പനന്തണ്ടിൽ തെങ്ങോലയുടെ പാന്തം കൊണ്ട് കെട്ടിയാണ് കാവുകളാക്കുന്നത്. ഒരു കാവിൽ 6 ഇളനീരുകളുണ്ടാവും. ഹൃദയത്തോട് ചേർന്ന് ഇളനീരും അതിനൊപ്പം ഓംകാര മന്ത്രവും ചേരുമ്പോൾ ആത്മീയ തേജസ് ഉണരുന്നു എന്നാണ് വിശ്വാസം. ഓരോ കഞ്ഞിപ്പുരകളിൽ നിന്നും കാറ്റും മഴയും വെയിലും വകവെക്കാതെ നഗ്നപാതരായി ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇളനീർ സമർപ്പണ നാളിൽ കൊട്ടിയൂരിലെത്തുക. ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനും വേണ്ടി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം. മലബാറിലെ തീയ സമുദായക്കാർക്കാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ കൊണ്ടുവരാനുള്ള അവകാശം. പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. പ്രകൃതിയുടെ വരദാനമാണ് ഇളനീർ. ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച് സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകം കൊണ്ടാണെന്നാണ് വിശ്വാസം. ഇവിടെ ഭക്തിയും പ്രകൃതിയും പരസ്പരം പൂരകങ്ങളാകുന്നു. ഈശ്വരീയത പ്രകൃതി തന്നെ. പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് നടത്തുന്ന വൈശാഖ മഹോത്സവം അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഉത്സവമായി മാറുന്നു. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.